Hello everyone, Assalamualaikum and welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻകേക്ക് ആണ്. അപ്പോൾ അതിന്റെ റെസിപ്പി നമുക്ക് കണ്ടിട്ട് വരാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 4-4.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യം ആയിട്ട് കൂട്ടുകയും ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അത് 1 സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൈദ 1 കപ്പ് മൈദയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണത്. അതിട്ടിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായി ഒട്ടും കട്ടകളില്ലാണ്ട് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1.5 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കണത്. നിങ്ങളുടേത് വലിയ കയ്യിലാണെന്നുണ്ടെങ്കിൽ 1 കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക, ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട്. സോ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതേപോലെ നമുക്ക് എല്ലാ പാൻകേക്ക്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹെൽത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ യൂസ് ചെയ്ത് ഷുഗർ യൂസ് ചെയ്തിട്ടൊന്നും അത് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ ആട്ടപ്പൊടി യൂസ് ചെയ്ത് അതേപോലെ ഷുഗർ യൂസ് ആക്കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ നമുക്കിത് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി, ചോക്ലേറ്റ് സിറപ്പ് അതൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് പാൻകേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.